അടുത്ത വർഷം എന്നിട്ടുണ്ടെന്ന് അടുത്ത മാസം കാറിന്റെ റിവീല് ഫുഡുണ്ട്. മാലിടും ഞാൻ മാലിടും വണ്ടിക്ക് മാലൊക്കെ ഇട്ട് വണ്ടി മാലണ്ട ഞാനല്ല സ്നേഹിക്കുള്ള വണ്ടിയുടെ പ്രണയിച്ചവൻ അറിയില്ല. ഞാൻ പരിപാടി അല്ലേ അത് വേറെ ഇൻവിറ്റേഷൻ കടക്കില്ല. ഇൻഷാല്ലാ അയ്യാ എല്ലാവരും വരണം. പുതിയ പേരുണ്ട് കേട്ടാ. എന്നിട്ടാ ആ മൂസ കളയാൻ പോവാ. വേറെ സാധനം വരും. എന്താ നീ മോഡിഫൈ എന്ന് പറയാ? മോഡിഫൈ ബമ്പർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 3 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റുകൾ മാറ്റിണ്ട്. ഓക്സിഡർ ലൈറ്റുകൾ മാറ്റി. എടാ റിവീലിനെ കുറിച്ച് എന്തെങ്കിലും പറയടാ. റിവീല് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇവളായിട്ടുള്ള എല്ലാം നിർത്തി. ഞാൻ നിന്റെ അടുത്ത് പുഴയിൽ എടുത്തിട്ടുണ്ടാ. അല്ല എന്നിട്ടേ ഇവള് എന്നെ ഒഴിവാക്കിട്ട് പോയി. ഞാൻ കുളിച്ചിട്ട് വരാന്ന് പറയുമ്പോ ഇവള് പറയാം ഞാൻ റിപ്പയർ എത്തിയെന്ന്. തേച്ച് 5 മണിക്ക് കുളിക്കാൻ പോയി അങ്ങനല്ല. നീ പോയപ്പോ വിളിച്ചാ? അതിലെ പോയപ്പോ വിളിച്ചാ? ഞാൻ ആദ്യം പോയപ്പോ നിന്നെ വിളിച്ചാ. അപ്പൊ നീ നിൽക്കായിരുന്നു. അപ്പൊ നീ പറഞ്ഞു എത്ര നേരം അപ്പൊ നീ പറഞ്ഞു ഞാനെന്നാ ശരി ഞാൻ വീട് എത്താറായി എന്ന് പറഞ്ഞു. ആ ശരി പറഞ്ഞു. അപ്പൊ ഞാൻ കുളി കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞു. നീ പോകുമ്പോ വിളിക്കാൻ പറഞ്ഞു. അപ്പളേ ഇറങ്ങും വിളിക്കാന്ന് പറഞ്ഞോട്ടാ. വിളിക്കാന്ന് പറഞ്ഞേ ഇത് പറഞ്ഞ എനിക്ക് വേറെ ആൾക്കാരുണ്ട്, വേറെ പരിപാടി ഉണ്ട്, നിന്നെ നോക്കിക്കല്ല പണി എന്ന് പറഞ്ഞു. ഓക്കെ അപ്പൊ ഞാൻ വിളിച്ചപ്പോന്നില്ല അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു. എന്നിട്ട് ഞാൻ വിളിച്ചു വിള നാണം കേട്ടിട്ട്. അപ്പൊ വിളി പറയാ ഞാൻ തൃപ്പേറാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ വേറെ ആൾക്കാരപ്പാ ശരി എന്ന് പറഞ്ഞു. ഞാൻ വെച്ചു. ഇനി എന്റെ വേഷം കേക്ക്. നിന്റെ വേഷം നോക്കണ്ട. അന്വേഷണം പറയും. തേച്ചപ്പോ ചിരി സന്തോഷം. മോശമായി ചിറ്റി കമ്മിനി ചുറ്റിക്കളി എന്ന് പറഞ്ഞിട്ട് ഇവളെന്നോട് പറഞ്ഞു വേറെ ചിറ്റി കളി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചിട്ടി കമ്പനി അപ്പൊ നീ തെളിച്ചു പറയണ്ടത്. അപ്പൊ ഞാൻ ചിറ്റി കളി എന്ന് പറഞ്ഞപ്പോ ആ ശരി എന്നെ ഒഴിവാക്കി. അപ്പൊ ഇവള് പൊക്കോട്ടെ ചോദിച്ചു. ചിട്ടി കുറി അടക്കാൻ പോയത്. ആ വെള്ളിയാഴ്ച എനിക്കിത് മതി, എനിക്കിഷ്ടായി. എന്നിട്ട് ഞാൻ തിരിച്ചൊരു വിളിച്ചു. അപ്പൊ ഞാൻ വിളിക്കും ഇവളൊക്കെ ചിട്ടി കളി അല്ല ചിറ്റി കളി കഴിഞ്ഞിട്ടല്ലേ വരെ. ആ ചുറ്റി കളി കഴിഞ്ഞിട്ടല്ലേ വരുന്നേ. പിന്നെ ഞാൻ എന്റെ കല്യാണം. അപ്പൊ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പൊ അത് തീർക്കണ്ടോള്. അത് തീർക്കില്ല. ചുറ്റിക്കളി കേട്ടത് ഞാൻ ചുറ്റിക്കമ്പനി തന്നെ പറഞ്ഞേ. ഇപ്പൊ ക്ലിയർ ആയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പക്ഷെ എന്നിട്ടും ഇവളെന്നെ തേച്ചു. ഇവളെന്നെ കൂട്ടാൻ തൃപ്പേർ പോയി. ഞാൻ തിരിച്ചു വന്നപ്പോ ഇപ്പൊ അന്നിനെ വിളിച്ചു. അപ്പം പറഞ്ഞു ഞാൻ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, നീ പൊക്കോ, ഞാൻ രാത്രി ഇറങ്ങാ അങ്ങനെ എനിക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നാ വീണ്ടായില് വരാന്ന് പറഞ്ഞു. ഇങ്ങോട്ടൊന്നും വരണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞില്ലേ. ഞാൻ കുളിക്കാൻ നിക്കുമ്പോ ഇവള് എങ്ങനെയാണ് ഇവിടെ കൂട്ടാ? എക്കോലമ്മായി അല്ല അമ്മാമ്മ എക്കോലമ്മാമ്മ. എന്തിനാ അമ്മാമ്മയുടെ പേര്? മലാത്തി തള്ള ഫോർ യു ഓൾ. മലാത്തി ഫ്രം ബ്രീഡ് വേറെയാണല്ലോ. വേറെ സാധനം പറഞ്ഞു കൊടുക്കും. ചോക്ലേറ്റ് നാടൻ മലാത്തി തള്ളയുടെ പറമ്പണി കാണും മൊത്തം.
വീട്ടുപേര് അറിയോ? അതാണ് മെയിൻ. വീട്ടുപേര് വലിയ പറമ്പിൽ. വലിയ പറമ്പിൽ ബിഗ് പറമ്പ്. അതോടല്ലേ വലിയ പറമ്പ്. വേറെ വേറെ ആൾക്കാരുടെ എക്കോ ടിങ്കുവിന്റെ ടീമുകളിലെ 1 2 അപ്പുറത്ത് മൂന്നാമത് ഒരാൾ ടിങ്കല്ല മലാത്തി തള്ള. ഞാൻ ഒരു പവറിൽ ഇരിക്കുന്നു. നിക്കണോക്ക് വരുന്ന വരെ നിക്കും. ഇനി അവിടെ അപ്പുറത്ത് വേറെ ടീമുണ്ട്, ഇവര് നോക്കാൻ നിക്കാ. ഇവിടെ എന്തായാലും കലാപം ഉണ്ടോന്ന് നിങ്ങളെ വിശ്വാസമില്ല കേട്ടാ. ഞങ്ങനെ പറ. പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും ഒന്നായിട്ട് റോഡിൽ